ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, 2-3 ദിവസമായിട്ട് നമ്മുടെ ചാനലുകളും സോഷ്യൽ മീഡിയ ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വ്ളോഗർമാരെയും ഈ ബൈക്കേഴ്സിനെയും റൈഡേഴ്സിനെയും ഒക്കെ സംബന്ധിച്ചിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവരാൻ പോകുന്ന, അല്ലെങ്കിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള, അതിന് കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്നും കാര്യങ്ങളൊന്നും അറിയില്ല. ഔദ്യോഗിക തലത്തിൽ തന്നെ അന്വേഷിക്കുമ്പം ക്ലിയർ ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഹെൽമെറ്റിൽ ക്യാമറ, ഇപ്പോൾ ഗോപ്രോ പോലുള്ള ആക്ഷൻ ക്യാമറകൾ ഘടിപ്പിച്ചിട്ട് യാത്ര ചെയ്യുന്നവർക്ക്, വീഡിയോ ചിത്രീകരിക്കുന്നവർക്ക് അവരിൽ നിന്ന് പിഴ ഈടാക്കാവുന്ന തരത്തിലേക്കൊരു നിയമ ഭേദഗതി കൊണ്ടുവരികയാണ്. അത് നിയമവിരുദ്ധമാവുകയാണ് ഇപ്പോൾ. അങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുറച്ച് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്, ഒരു യൂട്യൂബറാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ന്യൂസുകളിലും കാര്യങ്ങളിലൊക്കെ പറയുന്നത്, ഈ വീഡിയോ ചിത്രീകരിക്കുമ്പോൾ റോഡുകളിൽ ബൈക്കിൽ ഹെൽമെറ്റ് വെച്ചിട്ട് ചിത്രീകരിക്കുന്ന സമയത്ത് സ്റ്റണ്ട് പോലുള്ള കാര്യങ്ങൾ ചിത്രീകരിക്കുന്ന സമയത്ത് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു പോയിന്റ് പറയുന്നത്. അത് തീർത്തും നല്ലൊരു പോയിൻ്റാണ്. കാരണം നല്ലതെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരെ തടയണം. വെച്ചാൽ ഇതുപോലെ സ്റ്റണ്ട് വീഡിയോസൊക്കെ പൊതു വഴികളിലൂടെ ചെയ്യുമ്പോൾ നാട്ടുകാർക്ക് അത് റിസ്ക്കാണ്. അങ്ങനെയുള്ള മരണങ്ങളൊക്കെ അടുത്തിടെ നടന്നിട്ടുണ്ട്. അത് അവരെ തടയുന്നതിന് പകരം നേരെ മറിച്ച് ക്യാമറ വെക്കുന്നവരൊന്ന് ഫൈൻ ഈടാക്കുക എന്ന് പറയുന്ന തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലാവുമെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമറ ഘടിപ്പിച്ച് നമ്മൾ ചിത്രീകരിക്കുമ്പോൾ നമ്മളുടെ കോൺസെൻട്രേഷൻ ഒന്നുമില്ലെങ്കിൽ നമ്മൾ സ്റ്റണ്ടൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ നോർമലി ഒരു വീഡിയോ സംസാരിച്ചുകൊണ്ടുള്ള ഒരു മോട്ടോ വ്ളോഗിങ് ചെയ്യുന്നതാണെങ്കിൽ പോലും നമ്മളുടെ ശ്രദ്ധ ആ ക്യാമറയിലേക്കും വിഷ്വലിലേക്കും സംസാരത്തിലേക്കും മാത്രം ആവും. അതും ഒരു ഡേഞ്ചർ രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷേ പല ആൾക്കാരും മോട്ടോ വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാർ ഡയറക്റ്റ് സംസാരിക്കുന്നുണ്ട്, റോഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും വണ്ടി ഓടിക്കുന്നത്. അത്തരത്തിലുള്ള അപകടങ്ങളൊന്നും സ്റ്റണ്ട് ചെയ്യുന്നവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മോട്ടോ വ്ളോഗ് ചെയ്യുന്നവരും അങ്ങനെയുള്ളവരിൽ നിന്നും അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള വലിയ റിപ്പോർട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനോടും ആദ്യത്തേതിനോട് അവർ പറയുന്ന പോയിന്റിനോട് എനിക്ക് ക്ലിയർ ആയിട്ട് യോജിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ശരി തന്നെ അത്. പക്ഷേ അതിന് ക്യാമറ നിരോധിക്കുന്നതിന് പകരം അവരെ പോലുള്ളവരെ കണ്ടെത്തി ശിക്ഷിക്കുന്നതല്ലേ നല്ലത് എന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുപോകണം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സെക്കൻഡ് പറഞ്ഞ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിത്രീകരിക്കുന്നവരെ അവരെ ശ്രദ്ധ മാറുന്നവരാ. അത് തീർത്തും ന്യായമായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. ബൈക്കിൽ ഹെൽമെറ്റ് വെച്ചിട്ട് മാത്രമല്ലല്ലോ ആൾക്കാർ വ്ളോഗ് ചെയ്യുന്നത്. ഇപ്പോൾ കാറിൽ ക്യാമറകളുണ്ട്, ബൈക്കിൽ ക്യാമറ വെച്ചിട്ട്, ഹെൽമെറ്റിൽ ക്യാമറ വെച്ചിട്ട് മാത്രമൊന്നുമല്ലല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ കാറിൽ ഡാഷ് ക്യാമറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരും ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ശ്രദ്ധ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടല്ലേ ഈ ബൈക്കുകാരെ മാത്രം എന്തിനാ ടാർഗറ്റ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം അവർ പറയുന്നതെന്ന് വെച്ചാൽ, ആർട്ടിക്കിൾ 21 ഭരണഘടന ആർട്ടിക്കിൾ 21 പ്രകാരം എല്ലാവർക്കും അവരുടെ സ്വകാര്യത സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്, സ്വകാര്യത അവകാശം. അപ്പോൾ ഈ ഒരു ക്യാമറകളായിട്ട് ആൾക്കാർ വ്ളോഗിങ്ങിനും ഒക്കെ ഇറങ്ങുമ്പോൾ, വ്ളോഗിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റിൽ ഘടിപ്പിച്ചിട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ സ്വകാര്യത നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. ഓപ്പോസിറ്റുള്ള വീഡിയോസ് എന്ന് വെച്ചാൽ വേറെ നമ്മളെ സമ്മതമില്ലാതെ മറ്റുള്ളവരുടെയൊക്കെ വീഡിയോ എടുക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. അതും പല മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പല ഉദ്യോഗസ്ഥന്മാരും ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ CCTV പോലുള്ള ക്യാമറകൾ ഇതേ സ്വകാര്യത ലംഘിക്കുന്നുണ്ട്. പോലീസ് വാഹനങ്ങൾക്ക് മുന്നിലും ഇതേപോലെ ക്യാമറകളൊക്കെ ഉണ്ട്, അതും ഇതേപോലെ സ്വകാര്യത ലംഘിക്കുന്നുണ്ട്. അതുമാത്രമല്ല, വേറൊരു കാര്യം, ഈ CCTVൻ്റെ കാര്യം ചോദിക്കുമ്പോൾ വേറൊരു കാര്യം അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, CCTV വെക്കുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണുള്ളത് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് വെക്കണമെന്ന് നിർബന്ധമുണ്ട്. പക്ഷേ എല്ലായിടത്തും അങ്ങനെയാണോ? ഇപ്പം ഒരു വീടിൻ്റെ പുറത്ത് റോഡിലേക്ക് CCTV പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മതിലിൻ്റെ പുറത്ത് എവിടെയാണ് നിയമം പാലിക്കപ്പെടുന്ന അങ്ങനെ വെച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? അങ്ങനെ എവിടെയും വെക്കുന്നില്ല. അങ്ങനെ സ്വകാര്യത ലംഘിക്കപ്പെടുന്ന ഒരു വശം ഇതിനുണ്ടെങ്കിൽ എല്ലാ ക്യാമറകളും, ഇപ്പോൾ ഈവൻ സിനിമ ഷൂട്ടിങ്ങിൽ പോലും അങ്ങനെ സംഭവിക്കുന്നില്ലേ? ഇപ്പോൾ പൊതു സ്ഥലത്തുള്ളൊരു രംഗം ചിത്രീകരിക്കുന്നു. ആ ചിത്രീകരിക്കുന്ന സമയത്ത് ഒരു 2 ഡയലോഗ് കാര്യങ്ങൾ, ചെറിയൊരു പോർഷൻ ചിത്രീകരിക്കുമ്പോൾ വൈഡായിട്ടുള്ളൊരു ഇതിലേക്ക് ചിലപ്പം പോകുന്നുണ്ടാവില്ലേ? അപ്പോൾ അതിൽ ചിലപ്പം ഇതൊന്നും അറിയാത്ത ആൾക്കാരും പെടുന്നുണ്ടാവും. അങ്ങനെ എത്രയോ സിനിമകളുണ്ട്. അപ്പം അതും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമല്ലേ? എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാമറ കൊണ്ട് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് ഈ MVDയും പോലീസ് ഓഫീസർമാർ പോലുള്ള ആൾക്കാർക്ക് ഞാൻ തോന്നുന്നത്. കാരണം അങ്ങനെ പല ആൾക്കാർക്കും സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. തെളിവ് നമ്മുടെ ഈ ബുൾജറ്റിൻ്റെ വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാൽ, ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷേ ആ വിഷയം എടുത്തു കഴിഞ്ഞാൽ ഒരു ലാപ്ടോപ്പ് തല്ലി തകർക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് അതിൽ കൃത്യമായിട്ട് വീഡിയോ എടുത്തത് കൊണ്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ പല കാര്യങ്ങളും കിട്ടുന്നുണ്ട്.
ഇതേപോലെ പോലീസുകാർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. പല പല വിഷയങ്ങളുണ്ടായിരുന്നു അതുപോലെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ എടുക്കുന്നതിലൂടെ വേറെ എന്തെങ്കിലും ഒഫൻസിൻ്റെ തെളിവും കൂടി ആവാമല്ലോ. അത് വേറെ എന്തെങ്കിലും നമ്മൾ റോഡിൽ പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് നടന്നു, നമ്മുടെ മുമ്പിലാണ് ആക്സിഡൻറ്റ് നടക്കുന്നത്, ഈ ക്യാമറയുടെ മുമ്പിൽ. അപ്പോൾ ആ വിഷ്വൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യില്ലേ? അവർ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനാലും ഇനി എന്തെങ്കിലും ആ കേസിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോഴും ഒക്കെ ഗുണം ചെയ്യില്ലേ? ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ പോലീസ് കുറേ ഭാഗം അവരെ ഫോഴ്സ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് കൂടി സമ്മതിക്കുന്നതായിരിക്കണം. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ, കാരണം അവരെന്ത് തണ്ടിത്തരം ചെയ്തു കഴിഞ്ഞാൽ അവർ നമുക്ക് കുറേ ആൾക്കാർക്ക് അനുഭവമുണ്ട്, പച്ചയായ ചീത്തയിൽ വിളിക്കും. നമ്മളൊന്നും ചെറിയ ഒരു ഹെൽമെറ്റ് ഇട്ടിലേക്ക് പോലും നല്ല ചീത്തയിൽ വിളിക്കുക. എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഞാൻ കുറ്റം പറയുന്നില്ല, ചിലരുണ്ട് അങ്ങനെ. അവർ കുറച്ച് ആൾക്കാർ മതി എല്ലാവരെയും ചീത്തപ്പേര് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ തെറി പറയുന്നതും നിയമവിരുദ്ധമായിട്ട് നമ്മളോട് സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഒക്കെ നമുക്ക് ഈ ക്യാമറയിൽ കിട്ടും. പല ഓഫീസർമാരും ഈ ക്യാമറ കാണുമ്പോൾ പേടിക്കുന്നത് തന്നെയാണ്. അവർക്ക് അവരുടേതായ ആ തറ പോലീസ് ആവാൻ പറ്റില്ല ഈ ക്യാമറയൊക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ തറ ഓഫീസർമാരാവാൻ പറ്റില്ല. കുറേ ഭാഗം എനിക്കും തോന്നുന്ന കാര്യം അങ്ങോട്ടേക്ക് ചിന്തിച്ചു പോകുന്നുണ്ട്. മൊത്തത്തിൽ ചിന്തിക്കുമ്പോൾ ഈ ഒരു നിയമം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അഥവാ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇതൊരു പൊട്ടത്തരാവില്ലേ എന്നെനിക്കൊരു ചിന്താഗതിയുണ്ട്. നല്ല വശങ്ങളുണ്ട് ഇതിൽ. ആ സ്റ്റാർട്ടിങ് പറഞ്ഞ ഈ സ്റ്റണ്ട് പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. പക്ഷേ അത് നിങ്ങൾ ക്യാമറയിലല്ലോ ബാൻ ചെയ്യണ്ടേ. അങ്ങനെ ഇപ്പോൾ എന്താ പറയുക, ഒരു ഏതെങ്കിലും ഒരു കുറ്റകൃത്യം എന്തിൻ്റെയും ഒരു കത്തി കൊണ്ട് ഒരാളെ കൊല്ലാൻ പറ്റും. ആ കത്തി കൊണ്ട് കൊല്ലാൻ പറ്റുമെന്ന് വെച്ചിട്ട് ആ കത്തിയാണോ നമ്മൾ ആരെങ്കിലും ബാൻ ചെയ്യുന്നത്? അല്ലല്ലോ. ആ പ്രതിയെ പിടിക്കുക, അപ്പോൾ ആ കുറ്റകൃത്യത്തിലെ ആൾക്കാരെ പിടിക്കുക, അറസ്റ്റ് ചെയ്യാന്നല്ലേ, അല്ലെ കത്തിനെ ബാൻ ചെയ്യലല്ലേ ചെയ്യണ്ടേ. അങ്ങനെ കുറേ ഈ ഒരു നിയമം അതിൽ വരുമ്പോൾ കുറേ ദൂഷ്യവശങ്ങളുണ്ട്, പൊട്ടത്തെറ്റുണ്ട് എനിക്ക് തോന്നി. ഇത് ഔദ്യോഗികമായിട്ട് വന്നണമെന്ന് എനിക്കറിയില്ല. കുറേ ന്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടു, മനോരമേൻ്റെ ന്യൂസിൻ്റെ ഒരു ചെറിയൊരു കോളം കണ്ടു, പിന്നെ മാതൃഭൂമിൻ്റെ ഒക്കെ ന്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടു, കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ വന്നോ ഇല്ലയോ എന്നറിയില്ല, ഞാൻ വന്നോ ഇല്ല, നീ വരാൻ പോകുന്നുണ്ടോ എന്നറിയില്ല. അങ്ങനെ വരാൻ പോകുന്നുണ്ടെന്ന തരത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് വെച്ചു. കാരണം ഞാൻ ഹെൽമെറ്റിൽ ക്യാമറ വെച്ചിട്ട് അത്യാവശ്യം കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്, റൈഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ വിഷ്വൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമറ ഉപയോഗിക്കും. അപ്പം അത് ഇവരുടെ ഈ ഒരു നിയമം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അങ്ങനെ ക്രിയേറ്റർ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യാം തീർച്ചയായിട്ടും. പിന്നെ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. നമ്മളെ മല്ലു ട്രാവലർ ഇതിനെതിരെ ഒരു പൊതു താല്പര്യ ഹർജിയൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. പലരും ഇതിനെതിരെ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുന്നേ ഒരു ഫേക്ക് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് അങ്ങനെ ആദ്യം ചർച്ചയായിട്ടില്ല. ഇത് കുറച്ചുകൂടി ചർച്ചാ തലത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രണോസ് പ്രവീൺ സൈനിങ് ഓഫ്.